അമേരിക്കയിൽ കുടിയേറ്റ വിരുദ്ധ നടപടി ശക്തമാക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീവ്രവാദി എന്ന് സംശയിക്കുന്ന ഒരാൾ ഉൾപ്പെടെ 538 അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നൂറുകണക്കിന് ആളുകളെ സൈനിക വിമാനങ്ങളിൽ നാടുകടത്തിയതായും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞു. ട്രെന്റി അരാക്വ സംഘത്തിലെ 4 അംഗങ്ങൾ പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ ലൈംഗിക കുറ്റകൃത്യങ്ങളെ ശിക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ അറസ്റ്റിലായതായി ലിവിറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു. കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അറസ്റ്റ് ചെയ്ത 5400 പേരെ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നാടുകടത്തും. വ്യോമസേനയുടെ C-17, C-130 വിമാനങ്ങൾ ഇതിനായി വിന്യസിച്ചിട്ടുണ്ടെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. മെക്സിക്കോ അതിർത്തിയിലേക്ക് 1500 സൈനികരെ കൂടി അയക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. സൈന്യത്തിലെ ഹെലികോപ്റ്റർ, ഇന്റലിജൻസ്, വിശകലന വിദഗ്ധർ എന്നിവർ ഉൾപ്പെട്ട സംഘത്തെയാണ് അതിർത്തിയിലേക്ക് അയക്കുന്നത്. നിലവിൽ അതിർത്തിയിലുള്ള 2200 സൈനികർക്കും 1000-ലേറെ നാഷണൽ ഗാർഡുകൾക്കും ഒപ്പം ചേർന്നാണ് സംഘം പ്രവർത്തിക്കുക. അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കാലിഫോർണിയ, ചിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്കെത്തിയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഇവരാണ്. അനധികൃത കുടിയേറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു. അധികാരമേറ്റ ആദ്യ ദിവസം മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. നിരപരാധികളായ അമേരിക്കക്കാർക്കെതിരെ നിഷ്കൃഷ്ടവും ഹീനവുമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അനധികൃത കുടിയേറ്റക്കാർ ദേശ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് ട്രംപിന്റെ ഉത്തരവിൽ പറയുന്നു. കുറ്റാരോപിതരായ കുടിയേറ്റക്കാരെ തടവിൽ വയ്ക്കാനുള്ള ബില്ലും അമേരിക്കൻ സെനറ്റ് പാസാക്കി. 7,25,000 ഇന്ത്യക്കാർ ഉൾപ്പെടെ 1.4 കോടി കുടിയേറ്റക്കാർ രാജ്യത്ത് നിന്നും പുറത്താക്കപ്പെടുമെന്ന ഭീതിയിലാണ്. അതേസമയം നാടുകടത്തൽ നടപടിയുടെ പശ്ചാത്തലത്തിൽ മെക്സിക്കോ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. US സംസ്ഥാനമായ ടെക്സസിലെ എൽ പാസോയോട് ചേർന്ന സ്യൂഡഡ് ഹാരസിൽ അഭയാർത്ഥി കൂടാരങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പൗരത്വ രേഖകൾ നൽകിയാൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. ഇന്ത്യ അനധികൃത കുടിയേറ്റത്തിനെതിരാണെന്നും അനധികൃത കുടിയേറ്റ സംഘടിത കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാർ അമേരിക്കയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ ശരിയായ രേഖകളില്ലാതെ താമസിക്കുകയോ കാലാവധി കഴിഞ്ഞ് തങ്ങുകയോ ചെയ്താൽ അവരുടെ പൗരത്വം സ്ഥിരീകരിക്കുന്നതിന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയാണെങ്കിൽ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. എത്ര ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നതിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.